അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പലപ്പോഴും പല കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യണമെന്ന് വിചാരിക്കുകയും നാളെ അതല്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്തിരിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ടും കൃത്യമായ എക്സ്ക്യൂസുകൾ പോലുമില്ലാതെ മടി കാരണമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമോ മാറ്റിവെക്കുന്നൊരു സ്വഭാവം നമ്മളിൽ പലർക്കുമുണ്ട്. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ നീട്ടിവെക്കുക എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ്. ഈ ഒരു അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും പഠന സമയത്തോ ജോലിയുമായി ബന്ധപ്പെട്ട സമയത്തോ പലപ്പോഴും കാണുന്നൊരു വിഷയമാണ്. ഇതൊക്കെ മാറ്റിയെടുക്കണം, കാര്യങ്ങളെ കൃത്യമായി സമയബന്ധിതമായി ചെയ്യണം എന്നാഗ്രഹിക്കുകയും ഇത്തരം ഒരു പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറണം എന്നൊക്കെ താല്പര്യപ്പെടുന്നവരോട് പറയുകയാണ്, നമ്മുടെ മുന്നിലുള്ള ടാസ്കുകളെ, അതേത് വിഷയമാണെങ്കിലും, എക്സാമിൻ്റെ കാര്യമാണെങ്കിലും അസൈൻമെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും പ്രൊജക്റ്റിൻ്റെ വിഷയമാണെങ്കിലും ഹോംവർക്ക് ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അതിനെല്ലാം സിമ്പിളായ ചെറിയ ചെറിയ സ്റ്റെപ്സായിട്ട് നമുക്ക് അതിനെ മാറ്റിയാൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്, അതിന് ടീച്ചർ തന്ന അല്ലെങ്കിൽ സാർ തന്ന സമയം 10 days ആണ് അല്ലെങ്കിൽ 1 വീക്കാണ്. ആ ഒരു 1 വീക്കിലെ എന്നാണോ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഡേ ബിഫോറിലേക്ക് കാത്തു നിൽക്കാതെ എന്നാണോ നമുക്ക് അസൈൻമെൻറ്റ് സാർ നൽകിയത് അന്നു തന്നെ അതിന് വേണ്ട പണികൾ തുടങ്ങുക. കൃത്യമായ മാർജിൻ കാര്യങ്ങളെല്ലാം ആക്കി കൃത്യമായിട്ട് എന്തെല്ലാം അതിലേക്ക് എഴുതണം, ഇങ്ങനെ തുടങ്ങിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമയബന്ധിതമായി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായും മറ്റുള്ള ഏതൊരു വിഷയത്തിലും നമുക്ക് നമ്മുടെ മുന്നിലുള്ള വലിയൊരു ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളാക്കി ചെറിയ ചെറിയ കാര്യങ്ങളാക്കി അതല്ലെങ്കിൽ സിമ്പിളാക്കി നമുക്കതിനെ പരിഹരിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ കൃത്യമായിരിക്കുന്ന ഒരു ഗോള്, ആ ഗോളിലേക്ക് അതിനെ കംപ്ലീറ്റ് ആക്കാൻ ഒരു കൃത്യമായ ഡെഡ് ലൈൻ നമ്മൾ വെച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാറണം അല്ലെങ്കിൽ ഇത്തരം ഒരു അവസ്ഥ മാറ്റിയെടുക്കണം എന്ന് താല്പര്യപ്പെടുന്നവരോട് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയുന്നത്. നമുക്കൊരു താല്പര്യമുണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കണം. ഒരു എക്സാമ്പിൾ വെക്കുക, ഒരു പുസ്തകം ഞാൻ വായിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പുസ്തകത്തിൽ ഏകദേശം 120 pages ഉണ്ട്. ആ 120 pages ഞാൻ ഒരാഴ്ചക്കുള്ളിൽ വായിച്ചു തീർക്കും. ഒരു ഡെഡ് ലൈൻ, ഇന്ന് എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, മൺഡേ സ്റ്റാർട്ട് ചെയ്യാണ്, നെക്സ്റ്റ് മൺഡേ ഞാനത് ഐ വിൽ ഫിനിഷ്, ഞാനത് കംപ്ലീറ്റ് ആക്കിയിരിക്കും എന്ന രീതിയിൽ എന്ത് ചെയ്യാം, വായിച്ചു തുടങ്ങുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് കുറേയൊക്കെ മാറി നിൽക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു പോമോഡോറോ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 25 മിനിറ്റ് നമ്മളൊരു കാര്യം ചെയ്യാം, 5 മിനിറ്റ് അതിൽ നിന്നൊരു ചെറിയ ബ്രേക്ക് എടുക്കുക, ചെറിയ റെസ്റ്റ്. ഇങ്ങനെ കാര്യങ്ങളെ കൃത്യമായിട്ടൊരു പൊമഡോറോ എന്ന് പറയുന്ന ഈ ടെക്നിക്ക് യൂസ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ അത് വിശദമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് അതിനെ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതും. അപ്പോൾ ഈ രീതിയിൽ വ്യത്യസ്ത സിമ്പിളായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് കാര്യങ്ങളെ വെറുതെ നീട്ടി നാളെ നീളെ എന്ന് പറയുന്ന ഒരു പണ്ടേ കേട്ടുവരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറാൻ സാധിക്കുന്നതാണ്. വേണ്ടവർ ഈ പറഞ്ഞ വിഷയങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക, മാറ്റം സാധ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.